ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ഞങ്ങളുടെ ദുബായ് വിശേഷങ്ങളുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. അപ്പം ഞങ്ങൾ മോൾ ഓഫ് ദ എമിറേറ്റ്സ് ഒക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ ദുബായ് മോൾ കാണാൻ വേണ്ടി പോവുകയാണ്. ഇപ്പോൾ മോൾ ഓഫ് ദ എമിറേറ്റ്സിന്റെ മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഏകദേശം 4 സ്റ്റേഷനുകൾ പിന്നിടുമ്പോൾ ദുബായ് മോളിന്റെ മെട്രോ സ്റ്റേഷൻ എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ മെട്രോ സ്റ്റേഷനിൽ നേരെ ദുബായ് മോളിലേക്ക് ഒരു ഫൂട്ടേജ് ആക്സസ് ഉണ്ട്. അപ്പോൾ ഫൂട്ടേജ് ആക്സസിലൂടെ പോകുമ്പോൾ തന്നെ നമുക്ക് ബുർജ് ഖലീഫയും അതുപോലെ തന്നെ ദുബായ് മോളൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഏകദേശം സമയം 8 മണിയോളമായി, ഒരുപാട് ടയേർഡാണ്. അപ്പോൾ ഈ ദുബായ് മാളും കൂടെ കണ്ടു കഴിഞ്ഞതിന് ശേഷം നേരെ റൂമിലേക്ക് പോകാൻ വേണ്ടി പ്ലാൻ ചെയ്തിരിക്കുകയാണ്. എന്തായാലും ഈ ഒരു എപ്പിസോഡിൽ ദുബായ് മാളിന്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ അവസാനം വരെ കാണുക. എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഡിയേഴ്സ്, നമ്മളിപ്പോൾ ഉള്ളത് ദുബായ് മാളിലാണ്. ദുബായ് മെട്രോ സ്റ്റേഷനിന് അടുത്ത് തന്നെയാണ് ദുബായ് മാൾ. മെട്രോ സ്റ്റേഷനിൽ നമുക്ക് ഡയറക്റ്റ് ആക്സസ് ദുബായ് മാളിലേക്കുണ്ട്. ദുബായ് മാളിൻ്റെ ഇപ്പോൾ 2nd ഫ്ലോറിലാണ് ഞാനുള്ളത്. ഇപ്പോൾ താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഫൗണ്ടൈനും അക്വേറിയം കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. ഇതിനടുത്ത് തന്നെയാണ് ബുർജ് ഖലീഫ ഉള്ളത്. സമയം ഏകദേശം 8 മണിയായി, ലോക്കൽ ടൈം 8 മണിയായി. എന്തായാലും ഈ വീഡിയോ കൂടെ ദുബായ് മാളിൻ്റെ വിശേഷങ്ങളാണ് കാണിക്കുന്നത്. നല്ല മനോഹരമായ ഒരു മാളാണ്. ഒരുപാട് ക്രൗഡാണ്. നാളെ വീക്കെൻഡും കൂടെ ആയതുകൊണ്ട് നല്ല ക്രൗഡാണ്. എന്നാലും നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ലോകത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മാളുകളിൽ ഒന്നാണ് ദുബായ് മാള്. ഇപ്പോൾ ദുബായിയുടെ ഹൃദയഭാഗത്താണ് ഈ മോള് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 1 മില്യൺ വിസ്തീർണത്തിൽ കാണുന്ന ഏറ്റവും വലിയൊരു മോള് തന്നെയാണ് ദുബായ് മാള്. ഏകദേശം 1200ഓളം റീറ്റെയിൽ സ്റ്റോർസുകളും അതുപോലെ തന്നെ 100ഓളം ഫുഡ് കൗണ്ടറുകളും ബിവറേജസ് കൗണ്ടറുകളൊക്കെ ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 2 ഡിപ്പാർട്ട്മെന്റൽ സ്റ്റോർസുകൾ ഇതിനുള്ളിലുണ്ട്. എന്തായാലും ഇത്രയും വലിയൊരു മോള് ഒരു ദിവസം കൊണ്ടോ 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ നമുക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുകയില്ല. അത്രമാത്രം ടയേർഡാണ്. എന്തായാലും അത്രമാത്രം കാണുവാനുള്ള കാഴ്ചകൾ ഇതിനുള്ളിൽ തന്നെ ഉണ്ട്. ഒരുപാട് അത്ഭുതങ്ങൾ തന്നെയാണ് ഇതിനുള്ളിൽ ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിനുള്ളിൽ തന്നെയാണ് നമുക്ക് ബുർജ് ഖലീഫയിലേക്ക് കയറുന്നുള്ള ആക്സസും കാര്യങ്ങളൊക്കെ ഉള്ളത്. അവിടെ ടിക്കറ്റ് കൗണ്ടറുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൻ്റെ വീഡിയോ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഇറക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമുക്ക് ഈ ദുബായ് മാളിൻ്റെ പുറത്തേക്ക് പോകുമ്പോൾ തന്നെ അവിടെ ദുബായ് ഫൗണ്ടെയിൻ ഉണ്ട്. ആ ഫൗണ്ടെയിൻ കണ്ട് ആസ്വദിക്കുകയും അതുപോലെ തന്നെ ബുർജ് ഖലീഫയുടെ ലൈറ്റ്നിങ്ങും കാര്യങ്ങളൊക്കെ കണ്ട് ആസ്വദിക്കുകയും ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ ഈ മോളിനകത്ത് തന്നെ ഒരു അക്വേറിയം പ്രവർത്തിക്കുന്നുണ്ട്. വലിയൊരു അക്വേറിയമാണ്. അത് വേൾഡ് ലാർജസ്റ്റ് അക്വേറിയം എന്ന് തന്നെ വേണമെങ്കിൽ അവകാശപ്പെടാം. അത്രയും വലിയൊരു അക്വേറിയമാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ഒരുപാട് ഷോപ്പുകളാണ് ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നത്. അപ്പോൾ ഒരുപാട് അത്ഭുത കാഴ്ചകൾ തന്നെയാണ് ഈ ദുബായ് മാളിനുള്ളിൽ തന്നെ ഒരുക്കിയിരിക്കുന്നത്. വിവിധ രാജ്യങ്ങളിൽ നിന്ന്, ഒരുപാട് വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഒരുപാട് ആൾക്കാരാണ് ദിവസം പ്രതി ഇത് സന്ദർശിക്കുന്നത്. നമ്മളവിടെ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു പെർഫ്യൂം ഷോപ്പ് കണ്ട, അതിൻ്റെ പേര് തന്നെയാണ് ഏപ്രിൽ ബ്യൂട്ടി എന്നാണ് പറയുന്നത്. ഒരു വലിയൊരു പെർഫ്യൂം ഷോപ്പാണ് അത്. ആ പെർഫ്യൂമിൻ്റെ ഡിസ്പ്ലേ ഐറ്റംസ് എല്ലാം നമുക്കവിടെ കാണാൻ കഴിയും. ഒരുപാട് പെർഫ്യൂംസാണ് നമുക്ക് അവിടെ വേണ്ടി ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയൊരു കാഴ്ച തന്നെയാണ് ഈ ഏപ്രിൽ ബ്യൂട്ടി എന്ന് പറയുന്ന ഒരു പെർഫ്യൂം ഷോപ്സ് ഒരുക്കിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റി ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാ തരത്തിലുള്ള ഫുഡ് കൗണ്ടറുകളും ഫാസ്റ്റ് ഫുഡ് ഐറ്റംസും ബിവറേജസ് ഒക്കെ നമുക്കിതിൽ ഒരുക്കിയിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ 3-4ഓളം സിനിമ തിയേറ്ററുകൾ തന്നെ ഇതിലുണ്ട്. 1200ഓളം ഷോപ്പുകൾ ഉണ്ടെന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാവുന്നതാണ്. എല്ലാ വെറൈറ്റി ഐറ്റംസും അല്ലെങ്കിൽ ഒരു മനുഷ്യന് വേണ്ട അല്ലെങ്കിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാ തരത്തിലുള്ള ഐറ്റംസും വിൽക്കുന്ന എല്ലാ തരത്തിലുള്ള സ്റ്റോർസുകളും ഇതിനുള്ളിൽ പ്രവർത്തിക്കുന്നുണ്ട്. 1 മില്യൺ സ്ക്വയർ മീറ്ററിലാണ് ഈ ദുബായ് മാള് സ്ഥിതി ചെയ്യുന്നത്. ഏകദേശം 4 ഫ്ലോറിലാണ് ഈ ഇത്രയും സ്റ്റോർസുകൾ സ്ഥിതി ചെയ്യുന്നത്. നമുക്ക് എന്തായാലും ഇത്രയും വിസ്തീർണം എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഇത്രയും സ്ക്വയർ മീറ്റർ എന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഊഹിക്കാനാണ് ഒരു ദിവസം കൊണ്ട് ഇത്രയും ഏരിയ നമുക്ക് ചുറ്റി സഞ്ചരിക്കാൻ സാധിക്കുകയല്ല. 1 മില്യൺ സ്ക്വയർ മീറ്റർ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ഏകദേശം 150-200ഓളം ഫുട്ബോൾ ഗ്രൗണ്ടിൻ്റെ അത്രയും വലുതാണ്. അപ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതാണ് അത്രമാത്രം വലിയൊരു മാൾ തന്നെയാണ് ഈ ദുബായിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത്. അതിൽ തന്നെ ഒരുപാട് വെറൈറ്റി ഫുഡ് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഞങ്ങൾ ഈ മാൾ കണ്ട് സഞ്ചരിച്ച് പോകുന്ന വഴിക്ക് തന്നെയാണ് ഈ മറാസ് തുർക്ക് എന്ന് പറയുന്ന ഒരു ഐസ്ക്രീം ഷോപ്പുണ്ട്. ഒരുപാട് ടി വിയിലും കാര്യങ്ങളിലൊക്കെ നമുക്ക് ഇത്തരത്തിലുള്ള ഷോപ്പുകൾ കാണാൻ കഴിയും. ഈ കുട്ടികളെയൊക്കെ ഐസ്ക്രീം കൊടുത്തിരിക്കുന്ന അവരെ കളിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ പ്ലേ ചെയ്യുന്ന ഒരു തരത്തിലുള്ള ഒരു ഷോപ്പ് തന്നെയാണ് അവിടെ കാണാൻ കഴിക്കുന്നത്. വളരെ മനോഹരമായ ദൃശ്യങ്ങൾ തന്നെയാണ്. ഒരുപാട് ആൾക്കാർ
ആൾക്കാർ ഈ ഐസ്ക്രീം ഷോപ്പിൽ വന്ന് കഴിക്കുന്നതും ഈ കുട്ടികളെ കളിപ്പിക്കുന്നത് കാണാൻ വേണ്ടി തന്നെ ഒരുപാട് ആൾക്കാർ നിന്ന് വീഡിയോ എടുക്കുന്നതൊക്കെ നമുക്ക് കാണുവാൻ മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. എന്തായാലും വളരെ അത്ഭുതം തന്നെയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ദുബായ് മാൾ കാണുന്നത്. എന്തായാലും മൊത്തം കണ്ട് ആസ്വദിക്കാൻ സാധിച്ചില്ല. ഇതിൻ്റെ ബാക്കി വിശേഷങ്ങൾ, അതായത് ബുർജ് ഖലീഫയും അക്വേറിയവും അതുപോലെ തന്നെ ഫൗണ്ടെയിനൊക്കെ ഒരു പ്രത്യേക വീഡിയോ ആയിട്ട് തന്നെ ഇറക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു എപ്പിസോഡ് നമ്പർ 6 ആയിട്ടാണ് നമ്മൾ ഇതിനെ പരിഗണിക്കുന്നത്. ഈ ഒരു എപ്പിസോഡ് ഈ കാണിച്ചിരിക്കുന്നത് മൊത്തവും ഈ ദുബായ് മോളിൻ്റെ വിശേഷങ്ങളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാ ഭാഗങ്ങളും എനിക്കിത് ഉൾക്കൊള്ളിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞത് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ഞാൻ ഒരുപാട് ടയേർഡാണ്. എന്തായാലും മാക്സിമം ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഞാൻ ഇതിൽ കാണിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിപ്പോൾ നമ്മൾ ഈ എന്താണ് പറയുന്നത്, നമ്മൾ ബുർജ് ഖലീഫയുടെ ടിക്കറ്റ് എടുക്കാൻ പോകുന്ന സ്ഥലത്താണ് ഒരു വലിയൊരു തുർക്കിഷിൻ്റെ ഒരു സ്വീറ്റ്സ് ഷോപ്പ് കാണിച്ചത്. അതിൻ്റെ ഒരു ഷോർട്സ് വീഡിയോ ഞാൻ ഓൾറെഡി ഇറക്കിയിട്ടുണ്ട്. എന്തായാലും ആ ഷോപ്പ് വളരെ ഫേമസ് ആയിട്ടുള്ള, ലോകത്തിൽ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഷോപ്പ് തന്നെയാണ്. 1896 പിന്നെ ഇത് ഉദ്ഘാടനം നടത്തിയ, അല്ലെങ്കിൽ 1896 മുതൽ പ്രവർത്തിച്ചു തുടങ്ങുന്ന ഒരു ഷോപ്പാണ് ഹാഫിസ് മുസ്തഫ. 1864 അല്ല, 1864 മുതൽ പ്രവർത്തിക്കുന്ന ഒരു തുർക്കിഷിൻ്റെ സ്വീറ്റ് ഷോപ്പാണ്. എന്തായാലും അതൊക്കെ കണ്ടു കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ ദുബായ് മെട്രോയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടുന്ന് നേരെ റൂമിലേക്ക് പോകാനുള്ളൊരു പ്ലാനാണ്. തീർച്ചയായിട്ടും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വ്യത്യസ്തമായ ദുബായിയുടെ മറ്റൊരു കാഴ്ചകളുമായി നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ഗുഡ് ബൈ.